പച്ച പുൽമേടുകൾക്ക് നടുവിൽ ഒരു കുഞ്ഞുമുയൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എന്തൊരു നല്ല ദിവസം! ഈ പുൽമേട് എന്തു രസാണ്! അവന്റെ കണ്ണുകൾ അടുത്തുള്ള മാതള നാരങ്ങ മരത്തിൽ പതിഞ്ഞു. ഓ, ആ മരം ഒന്ന് നോക്കൂ, നിറയെ ചുവന്ന പഴങ്ങൾ, വായിൽ വെള്ളമൂറുന്നു. സൂര്യരശ്മി തട്ടിത്തിളങ്ങുന്ന ആ പഴങ്ങൾ അവനെ മാടി വിളിച്ചു. ഛേ, എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പഴം കിട്ടാനായി ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. കാറ്റടിക്കുമ്പോൾ ഒരെണ്ണം വീഴും. ഞാൻ കാത്തിരിക്കാം. നിരാശനായെങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല. ഇപ്പൊ കിട്ടും. പെട്ടെന്ന് തണുത്ത കാറ്റുവീശി. ഹായ്! ചുവന്ന പഴങ്ങൾ നിലത്തേക്ക് വീണു. എനിക്ക് കിട്ടി. പഴത്തിന്റെ രുചി അവന്റെ സങ്കടങ്ങൾ മാറ്റി. എന്തൊരു മധുരം! കാറ്റൊന്നും വരുന്നില്ലല്ലോ. ദിവസങ്ങൾ കടന്നു. കാറ്റ് നിലച്ചു. അവ പഴങ്ങൾ എന്നെ കളിയാക്കുന്നത് പോലെ. വിശന്ന അവൻ തളർന്നു. മരത്തിന്റെ ചുവട് ഉണങ്ങി വരണ്ടിരുന്നു. എന്താ ഇത്രയും വരണ്ടത്? കുഞ്ഞുമുയലേ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. മരത്തിൽ നിന്ന് മൃദുവായ ശബ്ദം കേട്ടു. ആരാണത് സംസാരിക്കുന്നത്? ഞാനാണ് മാതളമരം. എനിക്ക് ദാഹിക്കുന്നു. വെള്ളം തരാമോ? മുയൽ ഞെട്ടി. എന്താ? ഞാൻ പഴം മാത്രം വിചാരിച്ചു. ക്ഷമിക്കണം. സ്വാർത്ഥതയിൽ ലജ്ജിച്ചു. ഇതാ വരുന്നു. അവൻ വെള്ളം കൊണ്ടുവന്നു. ഇനി നിനക്ക് ശ്വാസം കിട്ടും. അവൻ മരത്തെ പരിചരിച്ചു. നന്ദി കൂട്ടുകാരാ, നീ ജീവൻ തന്നു. മരം വീണ്ടും ജീവിച്ചു. ഇത് നിനക്കുള്ള സമ്മാനമാണ്. മരം സമ്മാനമായി ഒരു പഴം നൽകി. ഇനി എന്നും ഞാൻ നിന്നെ പരിപാലിക്കും. പഴം സ്നേഹത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമായിരുന്നു. കുട്ടികളെ, നമ്മൾ പഠിക്കേണ്ടത് സ്വാർത്ഥതയല്ല, പരസ്പരം പരിചരിക്കലാണ്. അപ്പോഴാണ് ഏറ്റവും മധുരമായ ഫലം കിട്ടുക.